ഇന്നത്തെ കാലത്തന്നെ തൃശ്ശൂർ പൂരത്തിന് പോകട്ടോ. റോട്ടിലൊന്നും ഒരാളില്ലാട്ടോ. തൃശ്ശൂർ പൂരം ഇല്ലേ, കൊറേ പോലീസുകാരുണ്ട്. തെക്കേ നടയിലാണെങ്കിൽ ഒരാളില്ലാട്ടോ. ഇങ്ങനെ ഒരു പൂരം ആദ്യമായിട്ടാ. വടക്കുന്നാഥന്റെ അവിടേക്ക് നടന്നപ്പോ കിടക്ക് പൂരങ്ങൾ കഴിഞ്ഞ ആനകൾ പോണ്ട്. ഇവിടെ അത്യാവശ്യം തിരക്കുണ്ടിട്ടാ. എങ്ങനെയെങ്കിലൊക്കെ കുത്തിക്കേറി കിടക്ക് പൂരത്തിന്റെ അടുത്തെത്തി. ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായി കാരണം എല്ലാവരും മുഖത്ത് ആ ഒരു വിഷമം ഉണ്ടിട്ടാ. അല്ലെങ്കിൽ നമ്മുടെ തൃശ്ശൂർ പൂരം ഇങ്ങനെയൊന്നും അല്ലേ. കുറച്ചേരം കിടക്ക് പൂരം കണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോ പേട്രിയേറ്റിന്റെ പരസ്യം പൂരത്തിന്റെ ഇടയിൽ പുലിക്കളിയാ. അങ്ങനെ ഇരിക്കുമ്പോഴൊരു തോന്നല് തോന്നി വടക്കുന്നാഥന്റെ ഉള്ളിൽ കയറിയല്ലോ. ഇലിഞ്ഞിത്തറമേളം തുടങ്ങുകയാണെങ്കിൽ ഇവിടേക്ക് അടുക്കാൻ പറ്റില്ല. വടക്കുന്നാഥന്റെ ഉള്ളിൽ ചുറ്റിക്കിറങ്ങി തെക്കേ ഗോപുരനടയുടെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, അടിപൊളിയാട്ടാ. കൊല്ലത്തിൽ ഒരു സ്ഥലത്ത് നടക്കുള്ളൂ, അത് നന്നായിട്ട് നടന്നു. ഈ ചൂട്ടത്ത് ഈ ചേട്ടന്മാരെന്നേട്ട ഹീറോ. പക്ഷെ ലിക്വിഡ് മണി വേണട്ടോ, അതില് ഡേവിഡ് എണ്ണ ഹീറോ. ഈ ചൂട്ടത്ത് മോരും വെള്ളം കുടിക്കുമ്പോൾ ഒരു സുഖം. മുത്തുക്കൂട മാറ്റവും മാളോരേ. എന്റെ പൊന്നെ അമുലിന്റെ പുതിയ മോഡൽ ഐസ്ക്രീം വണ്ടി കണ്ട. ഈ ചേച്ചി ഉമ്മക്കെ ശൂലം കുത്തി നിക്കണ്, പാവണ്ടല്ലേ. അങ്ങനെ പാറമക്കാവിന്റെ അവിടെ എത്തിയിട്ടാ. ഇവിടെ പാറമക്കാവിന്റെ പൂരം തുടങ്ങാറായി. ആനയ്ക്കും കൊട്ടുകാർക്കും ചൂടില്ലാണ്ട് നിക്കാനായിട്ട് നനയുണ്ടിട്ടാ. അങ്ങനെ 14 ആനകളും നിരന്നുണ്ടിട്ടാ. അതിനെല്ലാരും വെയിറ്റ് ചെയ്യണം. മുതല് ഇറങ്ങി വരൂട്ടാ. അതന്നെ നമ്മുടെ തെക്കിന്റെ തേവര് തൃക്കടവൂര് ശിവരാജ്. നമ്മുടെ തൃശ്ശൂർ പൂരത്തിന് കടവൂരാന ആദ്യമായിട്ടാട്ടാ വരുന്നേ. അങ്ങനെ ഈ ചുട്ടുപഴുത്ത വെയിലത്ത് കുറച്ചേരം പാറമക്കാവിന്റെ മേളം കണ്ട അവിടെ നിന്നുട്ടാ. കുറെ നേരം നിൽക്കുകയാണെങ്കിൽ കരിഞ്ഞു പോയനെ. ഇതിന്റെ മണ്ടയിലിരിക്കണ ബംഗാളി ചേട്ടന്മാർക്കൊക്കെ സുഖാലേ. അങ്ങനെ ചെമ്പട കഴിഞ്ഞപ്പോ ഞങ്ങൾ ഓടി. വീശി വീശി നടക്കുമ്പോഴാ മോരും വെള്ളം കണ്ട. എന്നാ പിന്നെ 2 ഗ്ലാസ് മോരും വെള്ളം, 2 10 ഗ്ലാസ് കൂട്ടാ. അത് കഴിഞ്ഞപ്പോ സേവാഭാരതിയുടെ ഔഷധ വെള്ളം ഇത് പൊളിച്ചു. കൊടമാറ്റത്തിന് നിൽക്കാണ്ട് നേരെ വീട്ടിൽ പോട്ടാ. പോവാൻ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഫോളോവേഴ്സിനെ കണ്ടേട്ടാ. അവർക്ക് ഫ്രീ ആയിട്ട് എക്സിബിഷന്റെ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഡേവിഡ്. അത് കഴിഞ്ഞപ്പോ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നിറച്ച് ഫോളോവേഴ്സ് നമ്മുടെ അടുത്തേക്ക് വന്നുട്ടാ. ഇവർക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് എക്സിബിഷന്റെ ടിക്കറ്റ് കൊടുത്തിട്ടാ. അങ്ങനെ രാവിലത്തെ ചൂടൻ പൂരം കണ്ട് തിരിച്ച് വീട്ടിക്ക് വൈകിട്ടുള്ളത് പിന്നെ കാണിച്ചു തരാട്ടാ.